ഹോട്ടലിൽ സാറ് തലശ്ശേരി ബീഫ് ബിരിയാണി 140, തലശ്ശേരി ചിക്കൻ ബിരിയാണി 140. തിരുവനന്തപുരം ചാല മാർക്കറ്റിന് ഉള്ളിൽ തലശ്ശേരി ബിരിയാണി കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ്. ഉച്ചയായപ്പോൾ വിഷ്ണുവിന് വിശക്കണമെന്ന് മുമ്പിൽ തന്നെ നിസാർ ഹോട്ടലിന്റെ ബോർഡ്. വില നിലവാരവും വലിയ കുഴപ്പമില്ല. എങ്കിൽ പിന്നെ ഒന്ന് അന്വേഷിക്കാന്ന് വെച്ചു. ചെറിയ റൈസ് ആണെങ്കിൽ എനിക്ക് വേണ്ട എന്നാണ് പ്ലാന്. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിമേഷ് ആൻഡ് സുരേഷ് വ്ലോഗ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അതെ, ബിരിയാണി ചെറിയ റൈസ് ആണോ? ബിരിയാണി ചെറിയ റൈസ്, കൈമ റൈസ്. 1973 ഫസ്റ്റ് ബിരിയാണി കൗണ്ടർ ഇൻ ടൊറന്റോ സിറ്റി, ഹോട്ടൽ നിസാർ. ഉടനെ വിഷ്ണുവിന് കഴിക്കണമെന്ന്. പരിപാടിയിൽ മാറ്റം വരുത്താൻ സംഘാടകർക്ക് അവകാശമുള്ളതുകൊണ്ട് ഞാനും കൂടെ കഴിക്കാമെന്ന് കരുതി സീറ്റ് പിടിച്ചു. നല്ല ആളുണ്ട്, നല്ല തിരക്കുള്ള ഭക്ഷണശാല. ഇവിടെ കുറെ കോമ്പോസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. കോമ്പോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയത്തിന്റെ കൂടെ ഇതിനെ കിട്ടുന്നതല്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കാതിരുന്നതല്ല, ഒറ്റൊരുത്തം കാരണം ഫുഡ് കഴിക്കുന്നത്. അവൻ കഴിക്കുന്ന ആഹാരമായപ്പോൾ അവന്റെ അകത്തോട്ടല്ലേ പോകുന്നത്. ഒരു ചിക്കൻ ബിരിയാണി, ഒരു ബീഫ് ബിരിയാണി. ഈ പറഞ്ഞ കൊളവാണ്, പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ഇവിടെ മട്ടൻ ബിരിയാണിക്ക് 260 280 ആണ്. അവിടെ നമ്മൾ ആദ്യമേ കയറി വന്നപ്പോൾ ഒരു ബോർഡിനകത്ത് ഉണ്ടാക്കാം. കേരളത്തിൽ മട്ടന് വില കൂടുതലല്ലേ? കേരളത്തിൽ മട്ടന് വില കൂടുതലാണ്. നമ്മൾ വേറെ എവിടെയും പോയിട്ട് മട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. നമ്മൾ പണ്ട് ബാംഗ്ലൂർ പോയപ്പോഴേ എന്നായിരുന്നു എന്നാലും നമ്മുടെ കേരളത്തിൽ വെച്ച് ഭയങ്കര വിലക്കുറവായിരുന്നു. നമ്മളന്ന് മട്ടൻ ബിരിയാണി മേടിച്ച് കഴിച്ചിട്ട് റൈസ് കുറവാണ്. അല്ല, റൈസ് ഉണ്ടായിരുന്നു, ഇഷ്ടം. ലാസ്റ്റ് റൈസ് തിന്നില്ല. എൻ്റെ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ മട്ടൻ കൂടെ ഞാൻ തന്നെ. പിന്നെ റൈസ് കുറച്ച് കഴിച്ചുള്ളൂ, ബാക്കിയെല്ലാം മാറ്റി വെക്കേണ്ടി വന്നു. എൻ്റെ ഏറ്റവും വലിയ വിഷയമുള്ളത് ഈ ചെറിയ റൈസാണ്. എനിക്ക് ലെങ്തി റൈസാണ് ഇഷ്ടം. അത് എന്തോ പലർക്കും ഈ ചിലർക്ക് ഇഷ്ടമുണ്ട് ചെറിയ റൈസ്. ചിലരാണെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് ചെറിയ റൈസ് തിന്നും. പക്ഷെ എനിക്കും ഇഷ്ടം വലിയ റൈസാണ്. നമ്മളിപ്പോൾ ഇന്നിപ്പം ഈ രാവിലോട്ട് ഇറങ്ങിയിട്ട് ഇതുവരെ നമ്മൾ കുറേ കടകളൊക്കെ കഴിക്കുമെല്ലാം ഈ ചെറിയ റൈസിൻ്റെ കാര്യം അവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിൻ്റെ മെയിൻ ഫീച്ചർ തന്നെ ചെറിയ റൈസാണെന്ന് തോന്നുന്നു. വലിയ റൈസ് വളരെ കുറവാണെന്ന് തോന്നുന്നു. ചിക്കൻ അവിടെ കുറച്ച് അവൻ പയ്യെ അൺലോഡ് ചെയ്തു. ചിക്കൻ ബിരിയാണി, മട്ടൺ റോസ്റ്റ് അൺലോഡ് ചെയ്തു. മുട്ട ഉണ്ടോ? ചെറുതായാലും കൊള്ളണം കേട്ടോ. അധികം മസാല വെച്ച് കുഴച്ചിട്ടില്ല. അൺലോഡ് ചെയ്തു. ബീഫാണ്, ബീഫ്. മുട്ട കേട്ടോ, മുട്ട ഇത്തിരി കൂടെ ഉണ്ട്, ബീഫ് കൂടെ ഉണ്ട്. ഏറ്റവും ഇന്നത്തെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന മസാലയാണ്. മസാല അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലതാണ് അല്ലേ? അധികം മസാല ഇല്ലാത്തതുകൊണ്ടും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടും അടിപൊളിയാണ്. ബീഫും ഒക്കെ ഉണ്ട്, ഒരു മുട്ടയുണ്ട്. അധികം വരുന്നതാണ്. റൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ഫുഡാണ്. നല്ല ആവശ്യത്തിന് ലോഡും ഉണ്ട്. ഇല്ലയോ? അതെ. കുറച്ച് കഴിക്കുന്ന പ്രശ്നമായിരുന്നു, കാണട്ടെ. തിരുവനന്തപുരത്തിന് രീതിയാക്കി പ്ലേറ്റിനകത്ത് ഇല ഇട്ട് തരുന്നത്. അപ്പോൾ ഈ ഇലക്കകത്ത് കഴിച്ചൊരു ഫീലിംഗ് കിട്ടും. ഇവിടെ തലശ്ശേരി ചിക്കൻ ബിരിയാണി, തലശ്ശേരി ബീഫ് ബിരിയാണി, തലശ്ശേരി മട്ടൻ ബിരിയാണി, കപ്പയും മീനും ബീഫും ഒക്കെയുള്ള കിടിലൻ ഊണും പിന്നെ നെയ്ച്ചോറിന്റെ വിവിധ കോംബോയും എല്ലാം ഇവിടെ കിട്ടും. 70 രൂപയ്ക്ക് ഊണ് മുതൽ മേലോട്ട്. അരി ചെറുതാണെങ്കിലും സംഗതി പൊളിയാണെന്ന് കഴിച്ചപ്പോൾ പിടികിട്ടി. അരിയുടെ വലിപ്പത്തിലല്ല, ഉണ്ടാക്കുന്ന ചെയ്വനയിലാണ് കാര്യം എന്ന് ചുരുക്കം. ഒരു പ്രാവശ്യം പുറത്തുനിന്ന് കഴിച്ച ചെറിയ അരിയുടെ മോശം ബിരിയാണി ഉണ്ടാക്കിയ തെറ്റായ അഭിപ്രായം ഈ ഒരു ബിരിയാണി കൊണ്ട് തിരുത്തുകയാണ്. തലശ്ശേരി ബിരിയാണി കൊള്ളാം. ഇനിയും തലശ്ശേരി പോകുമ്പോൾ അത് വീണ്ടും കഴിക്കാം.
ഒരു ചിക്കനും ഒരു ബീഫും. ഞങ്ങളുടെ സ്ഥലം ആലപ്പുഴ മാവേലിക്കര. ആ ഈ ലൊക്കേഷൻ ഇവിടെ കറക്റ്റ് എങ്ങനെ വരുന്നത്? തൊട്ടടുത്തല്ലേ എവിടെ? ചാല ജുമാ മസ്ജിദ് ആ അതിൻ്റെ അടുത്തായിട്ടാണ്. ഇതിപ്പോൾ എത്ര നാൾ പഴക്കമുള്ളത്? എന്തായാലും ചാല മാർക്കറ്റിലെ നിസാർ ഹോട്ടൽ കിടു നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ചെയ്യണേ. അപ്പോൾ ഗുഡ് ബൈ.